ഇന്ന് അയ്യങ്കാളി ജയന്തിയാണ്. ജാതി ചിന്തയുടെ ഇരുട്ടിനെ വെല്ലുവിളിച്ച് മനുഷ്യ അവകാശത്തിനായി ഐതിഹാസികമായ ഒട്ടേറെ പ്രക്ഷോഭങ്ങൾ നയിച്ച വിപ്ലവകാരിയായിരുന്നു മഹാത്മാ അയ്യങ്കാളി. നിങ്ങൾക്കറിയാം, പുലപ്പേടി, മണ്ണാപ്പേടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകളെ ആട്ടി അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു ഇരുട്ടിൻ്റെ ലോകത്ത് വിപ്ലവകാരിയായി വന്നയാളായിരുന്നു അയ്യങ്കാളി. അവഗണിക്കപ്പെട്ട അവശ ജനവിഭാഗത്തിൻ്റെ സുഹൃത്തും വഴികാട്ടിയുമൊക്കെയായിരുന്നു അദ്ദേഹം. സാധാരണ ജനങ്ങളെ, അധസ്ഥിതരെ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവർ എന്ന് ആശാൻ വിശേഷിപ്പിച്ച ആളുകളെയൊക്കെ തന്നെ മുഖ്യധാരയിലേക്ക് ഇണക്കിച്ചേർത്ത അദ്ദേഹത്തിൻ്റെ വൈഭവം എക്കാലത്തും സ്മരിക്കപ്പെടും. നവോത്ഥാന നായകരിൽ ഒരാളായിരുന്നു അയ്യങ്കാളി. അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ ശബ്ദമായിരുന്നു അയ്യങ്കാളി. അരികുവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾക്കായി പോരാടിയ നേതാവ്. സവർണർ മാത്രം സഞ്ചരിച്ച രാജപാതയിൽ വില്ലുവണ്ടിയിൽ യാത്ര ചെയ്ത അയ്യങ്കാളി കാളകളെ തെളിച്ചത് ചരിത്രത്തിലേക്കായിരുന്നു. കേവലം ഒരു വിഭാഗത്തിന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മാത്രമായിരുന്നില്ല ആ യാത്ര. ഒരു ജനതയുടെ അവകാശത്തിനും വിമോചനത്തിനുമായുള്ള ചരിത്രപരമായ യാത്രയുടെ തുടക്കം കൂടിയായിരുന്നു അത്. കല്ലുമാല സമരവും പെരിനാട് സമരവും അയ്യങ്കാളി നടത്തിയ ചരിത്ര സമരങ്ങളാണ്. തിരുവിതാംകൂറിൽ കർഷക തൊഴിലാളികളുടെ ആദ്യത്തെ പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് കേരളത്തിലെത്തിയ മഹാത്മാഗാന്ധി വെങ്ങാനൂരിലെത്തി അയ്യങ്കാളിയെ സന്ദർശിച്ചത് ചരിത്രമുഹൂർത്തമായി. ജാതിചിന്തയും വിവേചനവും ഇല്ലാതാക്കാൻ അക്ഷീണം പ്രയത്നിച്ചു. ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ പോയ, അവഗണിക്കപ്പെട്ട, ചൂഷണം ചെയ്യപ്പെട്ട, അരികുവൽക്കരിക്കപ്പെട്ടവർക്കായി കൂടിയാണ് ഈ ദിനം സമർപ്പിക്കുന്നത്. നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും ലോകത്ത് എവിടെയൊക്കെ മനുഷ്യൻ അരികു ചേർക്കപ്പെടുന്നുവോ അവിടെയൊക്കെ ആ ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരിക്കും. റിസർച്ച് ഡെസ്ക് 24.